Good night. ദ്രോഹി ഞാനല്ല സാർ. ഞാനല്ല സാർ. നീ അല്ലേ? ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി? ഇങ്ങോട്ട് വാസ്തു. ഓഹോ, ഇവനായിരുന്നു. ഞാനല്ല സാർ. മുതലാളി, നീലിമയെ കൊന്നത് ഞാനല്ല. അതങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി. എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എന്റെ അനുജത്തിയെ സഹായിക്കാൻ ആരുമില്ല. അവളെ മുതലാളി രക്ഷിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ നോക്കിക്കൊള്ളാം. കാരണം Come on. Sit down. ഇതാ കഴിക്കൂ. കഴിക്കൂ. നിങ്ങൾക്കിപ്പോൾ ഇതാണ് ആവശ്യം. കഴിക്കൂ. ഗുഡ് ലക്ക്. ബൈ. ബൈ ദ ബൈ, നിങ്ങൾ ആ കടൽ തീരത്ത് എങ്ങനെ വന്നു? എന്നോട് പറയാൻ മടിക്കണ്ട. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം.
മാലയോ? ഇന്നെന്താ പെണ്ണെ പതിവില്ലാത്തൊരു ആട്ടവും പാട്ടും? ഒന്നുമില്ല. എന്തായാലും മാലയുടെ പാട്ട് നന്നായിരുന്നു. നീ ഇന്ന് തോട്ടത്തിൽ പോയില്ലേ? ഇന്ന് പണിയില്ലാത്ത ദിവസമാണെന്ന് കൊച്ചുമാലാളിക്ക് അറിയില്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. ആട്ടെ, എന്നാ നിങ്ങളുടെ കാവിലെ ഉത്സവം? വരണ പൗർണമിക്കാ. കൊച്ചുമാലാളി വരൂ. വന്നാൽ വന്നാ പാട്ടും കളിയൊക്കെ കാണാം. എന്നിട്ട് പോ കൊച്ചുമാലാളി. എന്തായാലും ഞാനെത്തും. എന്നാ വരട്ടെ. ഓ, എന്താണ് പിന്നെ ഇത്ര ആലോചന? മാരം വരണേന് മുമ്പ് നീ ഇങ്ങനെയായാ? മാരം വന്നാ പിന്നെ നിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഓടി അവിടുന്ന്. നമസ്കാരം മുതലാളി. താൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാനങ്ങ് താഴെ തോട്ടത്തിലായിരുന്നു. തനിക്ക് ഇവിടെ എന്താണ് ജോലി? തന്റെ അനാസ്ഥ ഞാനിവിടുത്തെ തൊഴിലാളികൾ കാണും. എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ മുതലാളി മാപ്പ് തരും. ഞാൻ കൊടുക്കാറുള്ളത് മാപ്പല്ല, മരണമാണെന്നറിയില്ലേ? അറിയാമേ. ഏതാടാ പെണ്ണ്? വള്ളിയുടെ മോളാ. അടുത്ത വാരത്തില് അവളുടെ കല്യാണമാ. ഞാൻ തിരക്കിയത് അവളുടെ കല്യാണമല്ല. മനസ്സിലായോ? മനസ്സിലായി. താൻ ഓഫീസിലേക്ക് വന്നേക്ക്. ഓ, കൊച്ചമ്മേ, കൊച്ചമ്മേ, കാപ്പി അവിടെ വെച്ചേക്കൂ. അദ്ദേഹത്തിന് ചായ കൊടുത്തോ? അദ്ദേഹം ആന്റണി വന്നില്ലേ? ഇല്ല. ഇപ്പോ എന്നും വളരെ ഇരുട്ടിയിട്ടാണ് വരുന്നത്. ഒടുവിൽ അവനിവിടെ വരാതെയാവും അല്ലേ ചാക്കോ? കുഞ്ഞ് പിന്നെ എവിടെ പോകാനാണ് കൊച്ചമ്മേ? ഈ വീട് അവന് ഭയമാണ്. ഇവിടെയുള്ളവരെ അവൻ വെറുക്കുന്നു. ഒന്നുറക്ക ചിരിക്കാൻ പോലും കഴിയാത്ത ഈ വീട്ടിൽ അവൻ നിൽക്കുമോ? ഇന്നുവരെ അവന്റെ അച്ഛൻ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞ് അദ്ദേഹത്തിന്റെ മകനല്ലേ? കൊച്ചമ്മേ, കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഈ മുറിയിൽ ഒതുങ്ങി കഴിയുന്നു. ഈ വാതിക്കൽ വരെ ഒന്ന് വരാൻ, ആ മുഖമൊന്ന് അടുത്ത് കാണാൻ. നിറം മങ്ങിയൊരു ഫോട്ടോ മാത്രമേ ഇന്ന് എന്റെ മുന്നിലുള്ളൂ. ഇനിയെങ്കിലും ഈ നരവേട്ട നടത്തുന്ന എസ്റ്റേറ്റ് ഉടമയുടെ കാൽക്കീഴിൽ നിന്നും നമുക്ക് ഉണരണം. വാലാട്ടി തലകുണിക്കാനല്ലാതെ മുഷ്ടികൾ ചുരുട്ടി മറുപടി പറയാൻ നമ്മൾ തയ്യാറാവണം. കൊക്കകളിലും കാട്ടാറിലെ കയങ്ങളിലും നമ്മുടെ തൊഴിലാളികളെ ചതച്ചെറിയുന്നു. കണ്ണീരൊഴുക്കാനും വിതുമ്പാനുമല്ലാതെ അതിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ സംഘടിച്ചേ മതിയാവൂ. പുതിയൊരു പ്രഭാതത്തിന് വേണ്ടി പടപൊരുതി ജയിച്ച ധീരന്മാരുടെ ഓർമ്മകളോടെ നമുക്ക് ഈ കാട്ടിൽ ആദ്യത്തെ ശബ്ദമുയർത്താം. തൊഴിലാളി ഐക്യം! തൊഴിലാളി ഐക്യം! തൊഴിലാളി ഐക്യം! നീ ധൈര്യശാലിയാണല്ലോടാ. അതെ, ഞാനൊരു തൊഴിലാളിയാണ്. ആണോ? എങ്കിൽ നിനക്ക് എന്നെ അറിയില്ല. മറ്റാരെക്കാളും നിങ്ങളെ ഞാൻ അറിയും. എന്തായിരുന്നു ഇവിടെ? നിങ്ങൾ മറക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. പറയൂ, കേൾക്കട്ടെ.
എല്ലാം കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവില്ല. ഈ കാടിനെ പറ്റി നിങ്ങൾ എന്തറിഞ്ഞു? പകർച്ചവ്യാധി പിടിപെട്ട് മരുന്നും ഭക്ഷണവുമില്ലാതെ പട്ടികളെ പോലെ ആളുകൾ പിടഞ്ഞു മരിക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല. പറയൂ. ഇനിയൊന്നും പറയാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ ഇനിയും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഈ എസ്റ്റേറ്റിൽ ഇലകൊള്ളുവാൻ കൈകൾ ഉയരില്ല. ഫാക്ടറിയിലെ മെഷീനുകൾ ചലിക്കില്ല. ഓ, പണിമുടക്കോ? വേണ്ടി വന്നാൽ എടാ വർഗീസേ, പണിമുടക്കിന്റെ ശബ്ദം എന്റെ ഈ എസ്റ്റേറ്റിൽ കേട്ട് ശീലമില്ല. ഇവിടെ അതുണ്ടാക്കാൻ വന്ന നിന്റെ നേതാക്കന്മാർ വന്ന വഴിക്ക് മടങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ഞാൻ കൊടുത്ത നോട്ട് കെട്ടുകളുമായി. ഇവിടെ നടക്കാൻ പോകുന്ന പണിമുടക്കിൽ നേതാക്കന്മാരുണ്ടാവില്ല, തൊഴിലാളികൾ മാത്രമേ കാണൂ. കാരണം ഇവിടുത്തെ പണിമുടക്ക് നേതാക്കന്മാർക്ക് നേടാനല്ല, തൊഴിലാളികൾക്ക് ജീവിക്കാനാണ്. കൊള്ളാം, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നിന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. പക്ഷേ ഒരു കാര്യം നീ മറക്കണ്ട, എനിക്കിഷ്ടമില്ലാത്ത ശബ്ദങ്ങളൊന്നും ഈ എസ്റ്റേറ്റിനകത്തുണ്ടാവരുത്. നിനക്കറിയാമല്ലോ, പഴയ കൊക്കകളും കാട്ടാറിലെ കയങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത്ര പേടിയോ? പേടിക്കേണ്ട പ്രായമല്ലേ പെണ്ണെ. കൊച്ചുമുതലാളി എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കണത്? നിന്നെ കാണാൻ, നിന്റെ ചിരിക്കാൻ. ഓ കൊച്ചുമുതലാളി, തമാശ പറയാതെ. ഇല്ല മലേ, ഈ കാട്ടിൽ നിന്നിലൂടെ മാത്രമാണ് സ്നേഹത്തിന്റെ മുഖം എന്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ എപ്പോഴും കണ്ടോണ്ടിരിക്കണമെന്നുണ്ട്, പക്ഷേ എങ്കിൽ ഒക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നും രാത്രിയില് കൊച്ചുമുതലാളി കാണും. രാത്രിയിലും? എവിടെ വെച്ച്? കിനാവില്. അപ്പോ നീ ഉറങ്ങാറില്ല? അയ്യോ, കങ്കാണി. എന്താടാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഇന്നും അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ആര് തമ്മിൽ? നമ്മുടെ കൊച്ചു മുതലാളിയും ആ മാലയും. അവരെ തുടരുന്നതല്ലേ? എനിക്ക് ഒരു കാട്ടുപെണ്ണ് മരുമകളായി വരണം. എടോ, അത് തടയാൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താ വലിയ മുതലാളി? എന്റെ കിടപ്പറ അവളൊന്ന് കാണട്ടെ. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. വയ്ക്കോ. കൂട്ടതി ദാ വരും ഉപദേശി, കുറെ കേക്കായിപ്പോ. ദൈവത്തിന് മഹത്വം. പണ്ട് ഏതും തോട്ടത്തിൽ തേയിലയില്ലായിരുന്നു, അവിടമൊക്കെ സുന്ദരി എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് കാതില്ലയോ? ഓ, കേക്കണുണ്ട്. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അന്ന് ഏതൻ തോട്ടത്തിൽ 2 ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പരിപൂർണ നഗ്നരായിരുന്നു. നിങ്ങൾ ചിരിക്കരുത്. നിങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഞാൻ പറയുന്നത്. അന്ന് അവർക്ക് നഗ്നത എന്തെന്നറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാലും നിങ്ങൾ ചിരിച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നോ എന്ന്. അങ്ങനെ അന്നവർക്ക് നഗ്നത എന്തെന്നറിയില്ലായിരുന്നു. സർവം ശക്തിമയം. ദേ അവൻ വരുന്നു, ദേ അവൻ വരുന്നു. സർവം ശക്തിമയം, സർവം ശക്തിമയം. അവൻ ദൈവരാജ്യമുണ്ടാക്കാൻ നടന്നു. നിങ്ങൾ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവനൊന്നും അറിയില്ല. മതഗ്രന്ഥം എന്ന് പറഞ്ഞ അവൻ കക്ഷത്തിടുക്കിയിരിക്കുന്നത്
ഏതോ കണക്ക് പുസ്തകമാണ്. സ്വാമി എവിടെ പോയിട്ട് വരുന്നു? ഒരു പർണശാല നമുക്കിവിടെ തീർക്കണം. നിത്യമായ ശാന്തി അരുളുന്ന ആ തപോവനത്തിൽ തരുണീമണികളായ ഏവർക്കും പ്രവേശനമുണ്ടായിരിക്കും. ഈ പ്രദേശമാകെ മാനുകളും മയിലുകളും തുള്ളിക്കളിക്കും. അപ്പോ ഈ തോട്ടമൊക്കെ പോയാൽ ഞങ്ങൾക്ക് ജോലിയില്ലാതാവില്ലേ? ഇല്ല, ഒരു വാതിലടയുമ്പോൾ 9 വാതിലുകൾ തുറക്കുമെന്നല്ലേ ആപ്തം. അന്ന് നിങ്ങൾക്ക് ഇലകൾ നുള്ളുന്നതിന് പകരം ചമതമുള്ളുന്ന പണിയായിരിക്കും. എന്തോന്നാണ് ഈ കുന്തം പിഴിക പോലെ നിൽക്കുന്നത്? വൈകുന്നേരം ആകുമ്പോ ഇതോടെ അങ്ങ് വീട്ടിൽ പോകും. അരുതരുത്, ക്ഷിപ്രകോപമരുത് കങ്കാണി മകനെ. സ്വാമി തൊഴിലാളികളെ ശല്യപ്പെടുത്തുന്നു എന്ന് വലിയ മുതലാളി അറിഞ്ഞിട്ടുണ്ട്. ഏത് മുതലാളി മകനെ? സർവം ശക്തിമയം. മുതലാളി മോനല്ല, വലിയ മുതലാളി. സ്വാമി കുളിക്കാറില്ലേ? നമുക്ക് സമുദ്ര സ്നാനമേ പാടുള്ളൂ കങ്കാണി മകനെ. ഇവിടെ സമുദ്രമില്ലാത്തത് കൊണ്ട് 3 മാസമായി നമ്മുടെ സ്നാനം മുടങ്ങിക്കിടക്കുകയാണ്. കങ്കാണി മകനെ, നാം ഒരു ഓപ്പൺ എയർ പൂജ നടത്താമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിർലോഭമായി സംഭാവനകൾ നൽകണം. ഓ, തന്നോളാം. തരണം, അല്ലെങ്കിൽ ദൈവകോപമുണ്ടാകും. അപ്പോൾ നാം പോകട്ടെ. സന്ധ്യാവന്ദനത്തിന് പലതും ഒരുക്കാനുണ്ട്. ഓ, സ്വാമി അങ്ങോട്ട് ചെന്നാട്ടെ. സർവം ശക്തി, സർവം ശക്തി. ഓരോരുത്തരും വേഷം കൂട്ടി അയച്ചിരിക്കുന്നത്. അച്ഛനോ? ഈശോ മീശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിസ്റ്റർ വില്യംസിനെ ഒന്ന് കാണണം. അദ്ദേഹം ഇവിടെ ഇല്ലേ? മുകളിലാണ്, ഞാൻ പറയാം. അദ്ദേഹം ഇപ്പോ വരും. കൊച്ചമ്മയ്ക്ക് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ. ശരി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ അങ്ങോട്ട് ഇരുന്നാട്ടെ. അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ഭേദമുണ്ട് അച്ചു. എല്ലാം കർത്താവ് കാണുന്നുണ്ട് മകളെ. ഇല്ലച്ചു, കർത്താവ് ഒന്നും കാണുന്നില്ല. കണ്ടിരുന്നെങ്കിൽ സഹിക്കാനുള്ള കരുത്തെങ്കിലും എനിക്ക് തരുമായിരുന്നു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും മകളെ? എന്റെ മോനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദുഃഖം. സമാധാനപ്പെടൂ. എല്ലാ വഴികളും കർത്താവ് ഒരിക്കലും അടയ്ക്കയില്ല. എന്താണ് ഫാദർ വിശേഷം? മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ മിസ്റ്റർ വില്യംസിനെ കാണാനാണ് വന്നത്. എന്താ? ഞാൻ പലപ്പോഴും വില്യംസിനോട് പറഞ്ഞിട്ടുള്ളത് തന്നെ. മിസ്റ്റർ വില്യംസ്, ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഒട്ടും വൈദ്യസഹായം ലഭിക്കുന്നില്ല. ഇന്നലെ 2 പേർ മരുന്നും ആഹാരവുമില്ലാതെ മരണമടഞ്ഞു. പള്ളിയോടനുബന്ധിച്ച് നമുക്കൊരു ആശുപത്രി പണിയണം. പള്ളിമേടയോടനുബന്ധിച്ച് ഒരു സെമിത്തേരി ഇല്ലേ അവിടെ? വില്യംസ്, മരിക്കുന്നവർക്ക് ശ്മശാനമാണ് ആവശ്യം. ഫാദറിന് ഈ പള്ളിക്കാര്യം മാത്രം നോക്കിയാ പോരെ? പോരാ. കുർബാന അർപ്പിക്കാനും കുംഭസാര രഹസ്യങ്ങൾ സൂക്ഷിക്കാനും മാത്രമുള്ളതല്ല ഈ വേഷം. കരയുന്ന കണ്ണുകൾ ഒപ്പാനും ഇതിന് കഴിയണം. മിസ്റ്റർ വില്യംസ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും ഇവിടെ ഒരു സ്കൂളില്ല. ഇതൊക്കെ എന്നോട് പറയാൻ? എസ്റ്റേറ്റ് നിയമത്തിനുള്ളിൽ ഇതൊന്നുമില്ലേ മിസ്റ്റർ വില്യംസ്? ഓ, നിങ്ങളൊക്കെ ഭരണരംഗത്തേക്ക് വരികയല്ലേ? പക്ഷേ എസ്റ്റേറ്റ് കാര്യങ്ങൾ എന്നെ ആരും പഠിപ്പിക്കണ്ട. ഇല്ല, വില്യംസ് മറക്കുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മിസ്റ്റർ വില്യംസ്, വേട്ടയാടുവാൻ മൃഗങ്ങൾ മാത്രം പോരെ? ഫാദർ, നിങ്ങൾ അതിൽ കിടക്കുന്നു. ക്ഷമിക്കണം, ഞാൻ ദൈവപുത്രന് വഴിയൊരുക്കുന്നവനാണ്. ആശ്വസിപ്പിക്കുവാനല്ലാതെ അകറ്റിവിടുവാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫാദർ മേലിൽ പടി കിടക്കണമെന്നില്ല. വില്യംസ്,
എന്നെ നന്നാക്കാൻ നടക്കുന്നു. അതാർക്കും കഴിയാത്തതല്ലേ. അതാണടാ ഞാൻ. ഡാഡി ഇവിടുത്തെ പാർട്ടികൾ കാണുന്നില്ലേ? ഞാനറിയാത്ത മാറ്റം. അതെ, എതിർക്കാൻ ഇവിടെ കൈകളില്ലെന്ന് ഡാഡി കരുതരുത്. അത് തളർത്താൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് ഡാഡി തളർന്നാലോ? ഇല്ല, അത്ര പെട്ടെന്ന് നിന്നെ ആർക്കും തളർത്താനാവില്ല. എതിർക്കുന്ന കൈകളെ വെട്ടിയെറിഞ്ഞ് ശീലമേ എനിക്കുള്ളൂ. 25 വർഷങ്ങൾ കൊണ്ട് ഞാൻ സൂക്ഷിച്ച ശക്തി എന്റെ കൈകൾക്കുണ്ട്. എന്ന് വെച്ചാൽ നീ എന്നെ എതിർക്കുമെന്നോ? വേണ്ടി വന്നാൽ. ആന്റണി! എടാ, നീ പിടിച്ച ആ കൈകൾ ആരുടേതാണെന്ന് അറിയാമോ? ആ മനുഷ്യന്റെ ഭർത്താവാണടാ. ക്ഷമിക്കൂ, ഒരു നിമിഷം ഞാനെല്ലാം മറന്നുപോയി. ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു വർഗമായി മാറിയിരിക്കുന്നു ഇവിടെ നമ്മൾ. നമ്മുടെ ജീവിതം വില്യംസിന്റെ കാൽക്കീഴിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഒന്നിച്ചേ പറ്റൂ. അധ്വാനത്തിന് കൂലി ചോദിച്ചാൽ ചതച്ചു കൊല്ലുന്ന ഒരു മുതലാളിയെ അനുസരിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. നമുക്ക് കൊടിക്കൂറകൾ വേണ്ട, നേതാക്കന്മാർ വേണ്ട, പക്ഷേ ഒന്ന് വേണം, ചോർന്നു പോകാത്ത ആത്മധൈര്യം. എന്താ, ചിലപ്പോൾ നമ്മൾ തല്ലി ചതയ്ക്കപ്പെടും, അല്ലെങ്കിൽ ഇവിടുത്തെ കൊക്കകളിൽ വീശി എറിയപ്പെടും. ഒരു നല്ല നാളേക്ക് വേണ്ടി വാരിക്കുന്തമുയർത്തിയ ധീരന്മാരാണ് നമുക്ക് മുമ്പേ പോയവർ. അവരൊഴുക്കിയ കണ്ണീരും രക്തവും വീണുകുറുന്ന ഈ മണ്ണിൽ എതിർപ്പിന്റെ ശബ്ദമുയർത്താനെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ലേ? ഇരതുള്ളുന്ന നിങ്ങളുടെ കൈകൾക്ക് ആയുധത്തിന്റെ ശക്തിയില്ലേ? വിതുമ്പുന്ന നിങ്ങളുടെ ചുണ്ടുകളിൽ എതിർപ്പിന്റെ ശബ്ദമില്ലേ? ആർക്കു വേണ്ടി നിർത്തിയിരിക്കുന്നത്? എടി മാലേ, നിന്റെ അച്ഛൻ വീട്ടിലില്ലേ? വലിയ മുതലാളി ചെന്ന് കാണാൻ പറ. ശരി, പറയാം.
മല കാക്കുന്ന ദേവികളെ ആ നാടുകാക്കും തായേ കാളിയമ്മൻ മായേ ആ നാലുമലയിലെ ദേവി ഘോരരൂപിണി ദേവി രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും രക്ഷിക്കണേ എന്നും രക്ഷിക്കണേ. കതിർക്കുലയും മലർപ്പൊടിയും തന്നിടാ പൊന്നമ്മേ കടുന്തുടിയും കുഴത്തേനും തന്നിടാ പൊന്നമ്മേ തെറ്റിമാല ചാത്തിടാം കുങ്കുമപ്പൊടി തൂകിടാം കരിങ്കോഴിയും മുട്ടനാടും തന്നിടാം പൊന്നമ്മേ കുങ്കുമപ്പൊടി തൂകിടാം നാടുകാക്കും തായേ കാളിയമ്മൻ മായേ നാടുകാക്കും തായേ കാളിയമ്മൻ മായേ നാലുമലയിലെ ദേവി ഘോരരൂപിണി ദേവി നാലുമലയിലെ ദേവി ഘോരരൂപിണി ദേവി രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും രക്ഷിക്കണേ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ. എന്നാടി നിന്റെ കല്യാണം? അടുത്ത വാരത്തില. ഈ റൂമിലേക്കുള്ള പടിയെ വിട്ട് ഇവിടെ എത്താത്ത ആരും ഈ കാട്ടിൽ ആരുടെയും ഭാര്യയായിട്ടില്ല. വലിയ മുതലാളി, ഞാൻ പാവമാ. അവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം. കൊച്ചമ്മ ഉറങ്ങാറായില്ലേ? പാല് കുടിച്ചിട്ട് ഉറങ്ങിയാട്ടെ. ഉറക്കം അതെന്നെ വിട്ടുപോയിട്ട് കാലം എത്രയായി ചാക്കോ? ഉണരാത്ത ഒരു ഉറക്കത്തിന് വേണ്ടി ഞാൻ ഇന്നും കിടക്കാറുണ്ട്. ഇന്നും ആ ഉറക്കത്തിന് വേണ്ടി ഞാൻ കിടക്കും. അച്ഛോ, എന്താ വള്ളി? എന്താണ് ഉണ്ടായതെന്ന് പറയൂ. എന്റെ മോളെ ആ വലിയ മുതലാളി ചതിച്ചോ. മൈ ഗോഡ്. ഇന്നലെ രാത്രിയില് കാവല് പാട്ടും കളിയും കഴിഞ്ഞ് അവള് കുടിയിലെത്തിയില്ല.
കാട് മുഴുവൻ ഞങ്ങൾ തെരഞ്ഞു. പക്ഷേങ്കിൽ ഇന്ന് വെളുപ്പിന് അവള് കുടിയിലെത്തി. അവൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല അച്ചോ. കർത്താവേ, നീ എന്തിനീ പാനപാത്രം ഇവർക്ക് കൊടുത്തു? അടുത്ത വാരത്തില് അവളുടെ കല്യാണം കുറിച്ചിരിക്കുക. ഞാൻ എന്തു ചെയ്യട്ടെ അച്ചോ? വള്ളി, എല്ലാം കർത്താവ് കാണുന്നുവെന്ന് സമാധാനിക്കൂ. വള്ളി വീട്ടിലേക്ക് വയ്ക്കോ. ഞാൻ വരട്ടെ അച്ചോ. കർത്താവേ, ഈ കുരിശ് ഇനിയും ഞാൻ എത്ര നാൾ ചുമക്കണം? ഫാദർ എങ്ങോട്ട് പോകുന്നു? ഒന്ന് നടക്കാനിറങ്ങി. പിന്നെ ആ പൊന്നിയുടെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷം? മിസ്റ്റർ വില്യംസ് അറിഞ്ഞില്ലേ? ആ കുട്ടി ഇന്നലെ രാത്രി മുഴുവനും വീട്ടിലായിരുന്നു. രാവിലെ വീട്ടിലെത്തിയത് മുതൽ ആ കുട്ടി ആരോടും മിണ്ടുന്നില്ല. പാവം, എന്തെങ്കിലും അസുഖമായിരിക്കും. ഒരു രാത്രി കൊണ്ട് അവൾക്കിതെങ്ങനെ സംഭവിച്ചു? ഒരു രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം ഫാദർ? ആ, ഇത് മാത്രമേ പറയാനുള്ളൂ. ആ കുട്ടിയുടെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോ എല്ലാം ഫാദർ അറിഞ്ഞിരിക്കുന്നു. അതെ. എന്നാൽ ഫാദർ എന്നെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കണം. ഇനിയും പലതും കേൾക്കും, കാണും. പക്ഷേ അതൊക്കെ അവിടെ തന്നെ മറന്നു കളയണം. വില്യംസ്, നോക്കുന്നുള്ളു. ആ നോക്കി നിൽക്കാതെ ജോലി. ഈ മുന്നിൽ പൊന്നിയെ കണ്ടു. ഏനെ കണ്ടപ്പോ പൊട്ടിക്കരയണം. കല്യാണം ഒക്കെ ഉറച്ചതാ. അതൊക്കെ ഇപ്പം മുടങ്ങി. പൊന്നിയെ കാണുന്ന പോലെ ഇപ്പം വേദനയാ. കഷ്ടം. എങ്ങനെ നടന്നവളാ പൊന്നി. ഇന്നിപ്പോ അവളുടെ കാര്യം പറയുന്നതിന് വിഷമാ. ദൈവം അതൊന്നും കാണാതിരിക്കില്ല. അമ്മ എന്നെ വിളിച്ചോ? ആ, വിളിച്ചു. നീ എന്നും വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നതല്ലേ? വീട് തടവറ എന്ന് പറയുന്നതാ ശരി. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ഈ ചുടുകാട് വിടുമായിരുന്നു. മോനെ, അമ്മയുടെ കാലം കഴിയുന്നത് വരെയെങ്കിലും നീ ഇവിടുന്ന് പോകരുത്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരപേക്ഷ. ഇല്ലമ്മേ, എന്റെ അമ്മയെ വിട്ട് ഞാനെങ്ങും പോയില്ല. എന്താണ് നീ ഒന്നും മിണ്ടാത്ത? എന്ത് മിണ്ടാനാ? അപ്പന്റെ കാര്യം ഓർക്കുമ്പോ എന്താ കുറവില്ലേ? ഒരു കുറവുമില്ല. വൈദ്യരെ കാണിച്ചില്ലേ? കാണിക്കൊക്കെ ചെയ്തു. എന്താ? ഒന്നുമില്ല. എന്തിനാണ് ഈ വാഴ്ത്തപ്പെട്ടവൾ കരയുന്നത്? താനൊന്ന് പോണോ? വാഴ്ത്തപ്പെട്ടവളെ, നീ വിഷമിക്കണ്ട. കർത്താവിന്റെ മുന്തിരി എസ്റ്റേറ്റിൽ നിനക്ക് മുന്തിരിന്നുള്ള സമാധാനപ്പെടൂ. ദൈവരാജ്യം വരുമ്പോൾ അവിടെ ഒരു തോട്ടമേ കാണൂ, ഏദൻ തോട്ടം. അവിടെ എല്ലാവരും നഗ്നരായിരിക്കും. തന്റെ ദൈവരാജ്യത്തുള്ളവരാരും തുണി കൊടുക്കില്ലടോ. പാപം ചെയ്യാത്തവർക്ക് എന്തിനാ ഉടുതുണി? തനിക്ക് ഇവിടെ ഒന്ന് പോകാമോ? അവൻ വരുന്നു. ആ, അതാ അവൻ വരുന്നു. കർത്താവായ യേശു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ ഉപദേശ മകനെ. സാത്താന്റെ സന്തതി, നീ കക്ഷത്തിടുക്കിയിരിക്കുന്ന ആ കണക്ക് പുസ്തകം നാം ഒരിക്കൽ പിടിച്ചു വാങ്ങി നിന്റെ പൊള്ളത്തരം നാം പുറത്താക്കും. സ്വാമി രാവിലെ ഊര് ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും. അല്ല കങ്കാണി മകനെ, നാം പർണശാലയ്ക്കുള്ള ഭൂതലം തിരക്കി ഇറങ്ങിയതാണ്. താൻ അഷ്ടിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ നോക്ക്. നോട്ടക്കുന്നു. താൻ നിങ്ങൾ ജോലി ജോലിയെ നമ്മുടെ ദിവ്യത്വത്തിന് എവിടെയോ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. സർവം ശക്തി, സർവം ശക്തി, സർവം ശക്തി. ആര്? മാലയോ? ഈ രാത്രിയിൽ എവിടെ പോകുന്നു? കങ്കണിയ, അപ്പന് തീരെ വയ്യ. വൈദ്യരെ വിളിക്കണം. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. എന്റെ കയ്യിലും കാശൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ.
കൊച്ചുമുതലാളിയോടോ കൊച്ചമ്മയോടോ പറഞ്ഞ് ഞാൻ വാങ്ങിത്തരാം. ഏൻ വന്നാല് കുടിലപ്പൻ തനിച്ച. ഓ, അത് സാരമില്ല. ഈ പനി കൂടിയും കുറഞ്ഞു വരിക്കും. പേടിക്കാനൊന്നുമില്ല. നീ വാ വാ. അകത്തോട്ട് വാ. ശബ്ദം ഉണ്ടാക്കരുത്. വലിയ മുതലാളി അറിഞ്ഞാൽ കാര്യം കുഴപ്പത്തിലാകും. പേടിക്കാനൊന്നുമില്ല. ഈ പടിക്കെട്ട് കയറി മുകളിലോട്ട് ചെല്ല്. കൊച്ചു മുതലാളിയും കൊച്ചമ്മയും ആ മുറിക്കകത്ത് തന്നെ കാണും. ചെല്ല്. പേടിക്കണ്ട, ചെല്ല്. അവളെ തൊട്ടുപോകരുത്. എന്റെ കൈകളുടെ ശക്തി അറിയിക്കേണ്ടത് നിങ്ങളുടെ കഴുത്തിലാണ്. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറക്കുന്നു. മറക്കേണ്ടി വരുന്നു. മകനെന്ന ബന്ധം ചിലപ്പോൾ ഞാൻ മാറ്റിവെക്കും. അച്ഛനെന്ന ബന്ധം ഞാനും. ആന്റണി, ആദ്യം എന്നെ കൊല്ലടാ. ഒന്നും കാണാതെയും കേൾക്കാതെ ഞാനിങ്ങ് പൊയ്ക്കോട്ടെ. ഞാൻ എടാ, എന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ മനുഷ്യനാണ് കടന്നുപോയത്. അമ്മേ, പലതവണ നിന്റെ കൈകൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. ഇനി അതുണ്ടായാൽ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ഇറങ്ങി പോടാ പുറത്ത്, അല്ലെങ്കിൽ നീ എന്നെ കൊല്ല്.
എടാ കണ്ണാണി, നീയല്ലേ എന്റെ മാലയെ പ്രേരിപ്പിച്ച് വിളിച്ചോണ്ട് പോയത്? അയ്യോ അല്ല. അല്ലേ? എടാ ഇവനെ ഞാൻ ഞാൻ പറയാം. വല്യ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. വല്യ മുതലാളി, എടാ എനിക്കിതിനൊക്കെ പകരം ചോദിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ എന്റെ മുന്നിൽ ഒരാളുണ്ട്. നിന്റെ വല്യ മുതലാളിയോട് ചെന്ന് പറഞ്ഞേരെ, അങ്ങേരുടെ നാശത്തിലേക്കുള്ള കാൽവെപ്പാണിത്. നിങ്ങൾ എന്തിനു മനുഷ്യ ഇതിനൊക്കെ പോകുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് പിള്ളേ? നമുക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കണം. അതിനിത് വേണോ? നമ്മുടെ മോൾക്ക് അത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? നീ വാടി. ആന്റണി, ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ സഹിക്കാൻ നമുക്ക് കഴിയണം. അതിനൊരു അതിർത്തിയില്ല അച്ചു. ഉണ്ട്. മരണമാണ് ദുഃഖത്തിന്റെ അതിർത്തി. പക്ഷേ മരണം കണ്ടെത്തുവാൻ നമുക്ക് അവകാശമില്ല. കൊല്ലാനോ? ഇല്ല കുട്ടി, സ്വന്തം സൃഷ്ടിയെപ്പോലും നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. കുട്ടി, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനും ഇവിടെ കഴിയുന്നത്. പക്ഷേ ഈ ദുഃഖിതരെ വിട്ട് മറ്റെങ്ങും പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മടക്കയാത്ര ഈ സെമിത്തേരിയിലൂടെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ചോ, ക്ഷമിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ്. ഇനി ഏതുവരെ ക്ഷമിക്കും അച്ചോ? എന്റെ എല്ലാമായിരുന്ന മാലയും എന്നെ വിട്ടുപോയില്ലേ? എന്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ ക്ഷമിക്കുന്നു. ചിരിക്കാൻ മറന്ന, കരയാൻ മാത്രം ശീലിച്ച എന്റെ അമ്മയ്ക്ക് വേണ്ടി. പക്ഷേ ഒരിക്കൽ ഞാൻ എന്റെ അമ്മയെ ആ തടവിൽ നിന്നും രക്ഷിക്കും. അമ്മ അറിയാത്ത സ്നേഹവും സന്തോഷവും കൊണ്ട് ഞാൻ അവര് വീർമുട്ടിക്കും. കർത്താവ് കുട്ടിയിൽ കരുണ കാണിക്കും. വരൂ. നിങ്ങൾ ഈ നേരത്തെ അവിടെ പോകുന്നു? നീ അതറിയണ്ട. എനിക്കതറിയണം. ഫിലോമിനെ, അറിഞ്ഞേ പറ്റൂ. ഫിലോമിനെ, അതാണ് എന്റെ പേര്. ആ പേര് നിങ്ങൾ മറന്നിട്ടില്ലല്ലേ? നീ ഭാര്യയുടെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കാനല്ലേ? അതെ, ആ അവകാശത്തിന്റെ ചിഹ്നമാണിത്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ കിടപ്പറയിൽ ആരെല്ലാം കയറി ഇറങ്ങിപ്പോയി. ഇവിടെ കയറി ഇറങ്ങിപ്പോയവരെല്ലാം ഭാര്യമാരാണെങ്കിൽ അവരിൽ ഒരുത്തി മാത്രമാണ് നീ. അതെനിക്കറിയാം. ഇതൊക്കെ പറയുന്ന നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം. ശക്തനായ ഒരു മകൻ നിങ്ങൾക്കുണ്ട്. അവനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം. മകനെ കാണിച്ച് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ? ഇത് ഭീഷണിയല്ല. പിന്നെ ഇനി ഇത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാറടി. ഇല്ല. മാറാനല്ലേ പറഞ്ഞു? ഇല്ല. ചാക്കോ, എന്റെ മോൻ ആന്റണി, ആന്റണി, എന്റെ മോൻ ആന്റണി. ചാക്കോ, ബഹളം വയ്ക്കരുത്. കൊച്ചു മുതലാളി അറിയിക്കട്ടെ? വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. മറ്റാശി അറിയിക്കണ്ട. ശവം അവിടെ തന്നെ മറവ് ചെയ്യാൻ അതിനുള്ള ആളെ കൂട്ടിക്കൊണ്ടുവാ. ദുഃഖിച്ചിട്ട് കാര്യമില്ല മകനെ. കർത്താവ് എന്ത് വിചാരിക്കുന്നുവോ അത് മാത്രമേ നടക്കുള്ളൂ. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. കർത്താവ് ഒന്നും കാണുന്നില്ല അച്ചോ. കണ്ടിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികളൊന്നും നടക്കുമായിരുന്നില്ല. കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി. എന്താ ചാക്കോ? എന്താണെന്ന് പറയൂ. കുഞ്ഞിന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താണ് ഉണ്ടായെന്ന് പറയൂ ചാക്കോ. ഫിലോമിനയ്ക്ക് എന്തോ പറ്റി? മുകളിൽ നിന്ന് താഴേക്ക് വീണു. അപ്പൊ തന്നെ ജീവനും പോയി.
എന്റെ അമ്മ മുകളിൽ നിന്ന് എങ്ങനെ വീണു? പറയൂ ചാക്കോ, പറയൂ. വേണ്ട കുഞ്ഞെ, കുഞ്ഞത് അറിയണ്ട. അറിഞ്ഞാൽ കുഞ്ഞിനും അമ്മയുടെ ഗതിയാവും. എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണം. കുഞ്ഞിന്റെ അമ്മയെ അദ്ദേഹം ചവിട്ടിയുരുട്ടി താഴേക്ക് തള്ളുകയായിരുന്നു. ഡാഡി! എന്താ? എന്റെ അമ്മ എങ്ങനെ മരിച്ചു? മരണകാരണം ഞാൻ തിരക്കിയില്ല. നിങ്ങളുടെ തൊഴിയേറ്റല്ലേ എന്റെ അമ്മ മരിച്ചത്? സത്യമതല്ലേ? നിന്നോട് ആര് പറഞ്ഞു? അതാരുമായിക്കോട്ടെ, ഒരു രാക്ഷസനായ നിങ്ങളെ ദൈവത്തെ പോലെ കരുതി എന്റെ അമ്മയുടെ നേരെ കാലുയർത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ആന്റണി, അടുക്കരുത്. അടുത്താൽ വലിയൊരു പകപോക്കൽ ഞാൻ നടത്തും. എന്റെ അമ്മയെ കൊന്ന് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പകരം ചോദിക്കും. ആന്റണി, ഞാനിതെങ്ങനെ സഹിക്കും? എനിക്കിനി ആരുണ്ട്? ആശ്വസിക്കൂ മകനെ. മരിച്ചവരാരും തിരിച്ചു വരാറില്ല. ആശ്വസിക്കൂ. ഇതാ കുഞ്ഞ്. എന്താ ചാക്കോ? കുഞ്ഞിന്റെ അമ്മയുടെ സ്വത്ത് കുഞ്ഞിന് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. കുഞ്ഞെ, ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ചാക്കോ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ അച്ചോ. ഒന്നുകൂടെ ആലോചിക്കൂ. ചാക്കോയ്ക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ കഴിയാം. എനിക്കിനി അതിന് കഴിയില്ല. ഞാനിവിടെ പോവാണ് ചാക്കോ. കുഞ്ഞെങ്ങോട്ടും പോകണ്ട. പോകേണ്ടവൻ ഞാനാണ്. ഇല്ല ചാക്കോ, ഇനിയും ഞാനിവിടെ നിന്നാൽ ഒരു മൃഗമായി മാറേണ്ടി വരും. എല്ലാ ദുഃഖങ്ങളും മറന്ന് ആന്റണി ഇവിടെ തന്നെ കഴിയണം. ഇല്ല അച്ചോ, ഞാനിവിടെ നിന്ന് പോയാലും നമുക്കിനിയും കാണാം. ഞാൻ എന്നും ആന്റണി ആയിരിക്കും. പക്ഷേ എന്റെ ഡാഡിയുടെ പതനം മാത്രമാണ് എന്റെ ലക്ഷ്യം. ആന്റണി, ഞാൻ എവിടെ ഇരുന്നാലും അച്ഛനെ കുറിച്ച് ഓർക്കും. വരട്ടെ അച്ചോ.